ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ചർച്ചകൾ സജീവമാണ് അന്തരീക്ഷത്തിൽ. തങ്ങളുടെ സംഘടന ഏത് രീതിയിലാണ് ഇത്തരം ചർച്ചകളെ വിലയിരുത്തുന്നത്? ഞങ്ങൾ ഇന്ന് KNM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിരുന്നു. പ്രത്യേകം മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഏറെ തെറ്റിദ്ധാരണ വളർത്തുന്ന രൂപത്തിലുള്ള വാർത്തകളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാട് മാത്രമേ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കുള്ളൂ എന്ന രൂപത്തിലെ ചില വാർത്തകൾ വരുന്നു. ഇതിന് രാഷ്ട്രീയ പാർട്ടികൾ അതിന് ശക്തമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. ആ പ്രതികരണങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് മുസ്ലിം സമുദായം മൊത്തത്തിലാണ്. ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം മാത്രമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുഖം തിരിഞ്ഞു നിൽക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാലത്തുള്ള അതിൻ്റെ സ്ഥാപക നേതാവ് സയ്യിദ് അബുൽ അല മൗദൂദി അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ ജനാധിപത്യ വിരുദ്ധമായിരുന്നു. സെക്കുലർ ഇന്ത്യക്ക് യോജിക്കാത്ത അഭിപ്രായങ്ങൾ അത് യഥാർത്ഥത്തിൽ മതത്തിലുമുള്ളതല്ല. ഇന്ത്യയിൽ രണ്ട് പാർട്ടികൾ മാത്രമാണ് അത്തരം ഒരു നിലപാട് സ്വീകരിച്ചത്. ഒന്ന് സംഘപരിവാർ പറയുന്നത് ഇന്ത്യയിൽ ഒരു രാമരാജ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ മതരാഷ്ട്രവാദം. അതേ ആശയം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം, മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നതും ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ വാദം ഇസ്ലാമിനില്ല. ഒരു ഘട്ടത്തിൽ പറയുന്നത് മതരാഷ്ട്രവാദം ഞങ്ങൾ ഉപേക്ഷിച്ചു എന്നുള്ളതൊക്കെയാണ്. അത് അങ്ങനെ നമുക്ക് കരുതാൻ പറ്റുമോ? അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പഴയ ആശയങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹിത്യങ്ങളിൽ ഇക്കാലം അത്രയും സയ്യിദ് അബുൽ അല മൗദൂദി സാഹിബ് എഴുതി വെച്ച അതേ പ്രമാണങ്ങൾ ഇന്നും തുടരുകയാണ്. അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻകാല അമീർമാരെ മുഴുവനും എടുത്തു നോക്കുക. അടുത്ത കാലത്ത് ഷെയ്ഖ് മുഹമ്മദ് സാഹിബ് നടത്തിയ പ്രഭാഷണത്തിൽ, ടി അബ്ദുള്ള സാഹിബ് നടത്തിയ ചില പ്രഭാഷണങ്ങളിൽ അതിലൊക്കെ വളരെ കൃത്യമായിട്ട് കാണാം ജമാഅത്തെ ഇസ്ലാമിയുടെ താത്വിക ആശയങ്ങളിൽ നിന്ന് ജമാഅത്ത് പിന്മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മൗദൂദി സാഹിബ് ഇന്ത്യയിൽ എന്താണോ കൊണ്ടുവന്നത് ആ ആശയത്തിൽ ജമാഅത്ത് നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജമാഅത്ത് ഈ രാഷ്ട്രീയ നിലപാട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പഴയകാലത്തെ എല്ലാ ലേഖനങ്ങളും പുസ്തകങ്ങളും എല്ലാ രചനകളും അവരെന്ത് ചെയ്യണം? പിൻവലിക്കണം. ഇത് പൊതുസമൂഹത്തോട് പറയും വേണം. യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉൾക്കൊള്ളുന്ന ഏത് പാർട്ടികളാവട്ടെ, കോൺഗ്രസ് ആവട്ടെ, മുസ്ലിം ലീഗ് ആവട്ടെ, മറ്റേത് സംഘടനകളാവട്ടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവർ യഥാർത്ഥത്തിൽ ഒരു വിഭാഗത്തെ തങ്ങളോടൊപ്പം ചേർക്കുമ്പോൾ അതിലൊരു യുക്തി ഉണ്ടാവണമല്ലോ. ഇവരുടെ ആശയങ്ങളിൽ മാറ്റമില്ല എങ്കിൽ എന്തിനത് ഏറ്റെടുക്കണം? അവരുടെ പാപഭാരം മുഴുവനും അവസാനം UDFൻ്റെ തലയിൽ വെച്ച് കെട്ടുന്ന അവസ്ഥയിലേക്കെത്തും. ജോൺ ടിക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.